നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ എപ്പോഴും മുൻനിര മാധ്യമങ്ങളടക്കം പലപ്പോഴും നൽകാറുണ്ട്. കാരണം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് ഈ മാസം 22-ാം തീയതിയാണ്. ആ പ്രാണപ്രതിഷ്ഠയിലേക്ക് നമ്മളെത്തുമ്പോൾ ഇവിടെ ഇതാ രാമക്ഷേത്ര നിർമ്മാണം മുൻനിർത്തിയുള്ള പ്രചാരണം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നും മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പോരാടണമെന്നും പറയുന്നു സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നായകൻ. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ഐക്യം തകർക്കുന്ന നടപടികളാണ് BJPയും സംഘപരിവാറും സ്വീകരിക്കുന്നത് എന്നുകൂടി CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി പറഞ്ഞു വെക്കുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് ഇന്ന് BJP അത് തന്നെയാണ് പിന്തുടരുന്നതെന്നും യെച്ചൂരി പറയുകയാണ്. നിലവിലെ BJP സർക്കാർ അതിന് ഗതിവേഗം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയുകയാണ്. രാമക്ഷേത്ര നിർമ്മാണം മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചാരണം, രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരുന്നു എന്ന് സീതാറാം യെച്ചൂരി പറയുന്നുണ്ട്. ഇവിടെ ബംഗാളിലൊരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ജ്യോതി ബസു. ആ ജ്യോതി ബസുവിൻ്റെ പേരിലുള്ള സെൻറ്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നടത്തേണ്ടിയിരുന്നു. അവിടെ മുഖ്യ അതിഥിയാകേണ്ടിയിരുന്നത് മറ്റാരുമല്ല, ഒരേ ഒരു കച്ചിത്തുരുമ്പായ ചെങ്കൊടി മാത്രം കാണുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു അമരക്കാരൻ CPMൻ്റെ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പക്ഷെ പിണറായി വിജയൻ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. അങ്ങ് ബംഗാളിലേക്ക് നടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ സൂപ്പർ സ്റ്റാർ ലീഡറായി നിൽക്കേണ്ട ഒരാൾ തന്നെയാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ആ പിണറായി വിജയനില്ലാത്ത ഒരു പരിപാടിയായി ജ്യോതി ബസുവിൻ്റെ പരിപാടി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പോകാതിരുന്നത്? മറ്റേത് പരിപാടിയേക്കാളും ആദ്യം എത്തേണ്ടത്, ഈ പിണറായിക്ക് എത്തേണ്ടിയിരുന്ന പരിപാടി ജ്യോതി ബസുവിൻ്റെ പരിപാടിയായിരുന്നു, അത് പാർട്ടി പരിപാടിയായിരുന്നു. അത് എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അന്നേ ദിവസം നമ്മൾ കണ്ടത് കേരളത്തിലെത്തിയ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് നിന്ന് സഹതപിക്കുന്ന ഒരു പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ അറിയുന്ന വാർത്ത, ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, അതിനകത്ത് വീണ വിജയൻ്റെ പേരുണ്ട് എന്നുള്ളതാണ്. അതിനടുത്ത ദിവസം നമ്മൾ അറിയുന്നത് വീണ വിജയൻ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരുകൾ ആ റിപ്പോർട്ടിനകത്തുണ്ട് എന്നും NIA അല്ലെങ്കിൽ CBI അന്വേഷണം പുതിയ തരത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ക്രാന്തദർശി വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. ആ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കുക. എന്തായിരിക്കും ഇത്ര തിടുക്കം കൂട്ടി ജ്യോതി ബാസുവിൻ്റെ പരിപാടിയിൽ നിന്ന് പോകാതെ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിയത്? ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് 4000 കോടിയുടെ പദ്ധതികൾ അവിടെ കൊച്ചിയിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നത് എന്ന്. ഇവിടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ CPMൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്ര നിർമ്മാണം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രാണപ്രതിഷ്ഠ ഇപ്പോൾ നടത്തുന്നത് എന്നും അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തുള്ള ആൾക്കാരെ മുഴുവൻ അവിടേക്ക് ക്ഷണിക്കുന്നതുമെന്നും പറയുന്ന സീതാറാം യെച്ചൂരിയുടെ പാർട്ടിയിലെ ഒരേ ഒരു നേതാവായിട്ടുള്ള പിണറായി വിജയൻ പക്ഷേ എന്തുകൊണ്ടാണ് മോദി ഭക്തനായി മാറുന്നത്? മോദി സ്തുതിയുമായി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്? ഇവിടെയല്ലേ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത്. അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമായിരിക്കാം. പക്ഷേ ജ്യോതി ബസു എന്ന് പറയപ്പെടുന്ന 34 വർഷത്തെ കാലത്തോളം പശ്ചിമ ബംഗാൾ എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ ചെങ്കൊടിയിൽ മുക്കി കമ്മ്യൂണിസം പ്രചരിപ്പിച്ച് ഭരിച്ചിരുന്ന ഒരു നാട്ടിൻ്റെ രാജാവായിരുന്ന ജ്യോതി ബസുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനം പിണറായി വിജയൻ നടത്തിയത് എന്തുകൊണ്ട്? അന്നേ ദിവസം നരേന്ദ്രമോദിയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിഞ്ഞതും എന്തുകൊണ്ട്? അതിനടുത്ത ദിവസം വന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിന്മേലുള്ള വീണയുടെ പേരുകളുണ്ട് എന്നുള്ള പരാമർശം വന്നത് എന്തുകൊണ്ട്? അതിനടുത്ത ദിവസം പിണറായി വിജയനും അതിനകത്തുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്
നരേന്ദ്രമോദിയുടെ കൈ ഗ്രഹിച്ചു നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയാതെ പോകാൻ പറ്റില്ല. ഇവിടെ സീതാറാം യെച്ചൂരി പറയപ്പെടുന്ന വാചകങ്ങൾ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെയല്ലേ പിണറായി വിജയനും നടന്നു പോകേണ്ടത്? BJPയെ എതിർത്തുകൊണ്ട്, RSSനെ എതിർത്തുകൊണ്ട്, മോദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, രാമക്ഷേത്ര നിർമ്മാണമെന്ന് പറയപ്പെടുന്നതിനെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ പിണറായിക്കുള്ളത്? പക്ഷേ പിണറായി എന്തുകൊണ്ടത് സ്വീകരിക്കുന്നില്ല? മോദിയെ കാണുമ്പോൾ മോദി ഭക്തനായി മാറുന്ന പിണറായിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലം അദ്ദേഹത്തിന് നൽകുന്നത് മാറ്റങ്ങളല്ല, പകരം ഭയമാണ്. ഭയമാണ് പിണറായിക്ക്. ജയിലറകൾ ഒരുങ്ങുന്നുണ്ടോ എന്ന ഭയം.